ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞാനൊരു അടിപൊളി ഹെൽത്തി ആയ ഒരു ദോശയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചെറിയൊരു കപ്പിൽ അരക്കപ്പ് പരിപ്പ്, അരക്കപ്പ് ചെറുപയർ ഉണ്ടോ, കുറച്ചേ ഉള്ളൂ കേട്ടോ. നമ്മൾ ആളനുസരിച്ച് ചെയ്താൽ മതി. ഞങ്ങൾ 2 പേരേ ഉള്ളൂ. എന്നാലും മാവ് ബാക്കി ഉണ്ടാവും. പിന്നെ കുറച്ച് ഉഴുന്ന്, വേറെ കടലകളൊക്കെ ചേർക്കാം. ഞാൻ ഇപ്പോൾ ഇത്ര എടുത്തിട്ടുള്ളൂ. പിന്നെ 1 കപ്പ് പച്ചരി. ഇത്രയും സാധനം നമുക്ക് രാത്രി കുതിർത്ത് വെച്ച് രാവിലെ അരച്ച പാടന്നെ ഉണ്ടാക്കട്ടെ ഈ ദോശ. അപ്പം നമുക്കിത് മുഴുവനും ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കഴുകിയിട്ട് മൂടി വെച്ച് കുതിർത്തെടുക്കാം. പരിപ്പും ചെറുപയറും ഉഴുന്നും ഒക്കെ ഇട്ട് നല്ലൊരു അടിപൊളി ദോശയാണ്. പിന്നെ അതിൻ്റെ കൂടെ വേണ്ടത് എരിവിനനുസരിച്ച് 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം മല്ലിച്ചപ്പ്, പിന്നെ കായം, ഉപ്പ്, ഇത്രയും സാധനം ഇട്ടാണ് നമുക്ക് അരച്ചെടുക്കേണ്ടത്. അപ്പോൾ ഞാൻ നന്നായി കഴുകിയിട്ട് വെള്ളമെല്ലാം ഊറ്റി വേറെ വെള്ളം ഒഴിച്ച് സെറ്റാക്കി വെക്കാൻ പോവുകയാണ്. രാവിലെ നമുക്ക് എടുത്ത് അരക്കാം. എല്ലാ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് ചെറുപയറും കടലയും പരിപ്പൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇതുപോലെ ദോശ ഉണ്ടാക്കി കൊടുത്താൽ മതി. നല്ല തരിതരിപ്പായിട്ട് അരച്ചെടുക്കണം, നൈസായിട്ട് അരയാൻ പാടില്ല. അപ്പോൾ ഞാൻ ഇന്നലെ രാത്രി കുതിർത്ത് വെച്ച് ഇന്ന് രാവിലെ അത് ദോശ അരച്ചെടുത്തിട്ടുണ്ട്. അരച്ച ഞാൻ കാണിച്ചിട്ടില്ല. അരച്ച മാവിൽ ഞാൻ കായം, ഉപ്പ്, പച്ചമുളക്, മല്ലിയില, ഇത്രയും സാധനം ഇട്ടിട്ടുണ്ട്. പിന്നെ നല്ലെണ്ണ തേച്ചിട്ടാണ് ഇത് ചുട്ടെടുക്കുന്നത് കേട്ടോ. ചട്ടിയിൽ പെട്ടെന്ന് കിട്ടും, ഒട്ടിപ്പിടിക്കൊന്നുമില്ല. നല്ല അടിപൊളി ദോശയായിരിക്കും. നമുക്ക് ഓരോന്നോരോന്ന് ചുട്ടെടുക്കാം. തരിതരായിട്ടുള്ള ദോശ നല്ല മുരിഞ്ഞ നല്ല ടേസ്റ്റാണ്. അതുപോലെ നമുക്കെല്ലാം ചുട്ടെടുക്കാം. അതിലേക്കൊരു ചമ്മന്തി ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ആദ്യമായി കാണുന്ന എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. കണ്ടോ, ദോശ പെട്ടെന്ന് വിട്ടു വരുന്നുണ്ട്. അപ്പം ഇനി അതിലേക്ക് ഒരു ചമ്മന്തിയും കൂടെ അരക്കണം കേട്ടോ. ദോശ ഞങ്ങൾ മുഴുവനായിട്ട് ചുടുന്നില്ല. ഈ 2 3 വെച്ചിട്ട് 2 പേർക്കും ചുട്ടെടുക്കുന്നുണ്ട്. നാളെ മുതൽ രാവിലെ ചായയും കടിയില്ല, നോമ്പാണ് ഇന്ന് ലാസ്റ്റ്. പിന്നെ ചമ്മന്തിക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കുറച്ച് പൊട്ടുകടല, തേങ്ങ, കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചി, ലേശം മല്ലിയിലയും കൂടെ വേണമെങ്കിൽ കൂട്ടട്ടോ. മല്ലിയില കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നന്നായി അരച്ചതിൽ പിന്നെ വറവിടേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഉപ്പും കൂട്ടിയിട്ട് അരച്ചെടുത്താൽ മതി. അപ്പോൾ നല്ലൊരു അടിപൊളി ചമ്മന്തി ദോശയും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ബായ്. അപ്പോൾ ഞങ്ങൾ 2 പേരും കഴിക്കാൻ പോവുകയാണ്. ടാറ്റാ.